ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തൃശ്ശൂർ സൂവിലേക്ക് സ്കൂളിൽ നിന്നൊരു എക്സ്കർഷന് കൊണ്ടുപോയി കേട്ടോ. ഈ പോകുമ്പോഴും വരുമ്പോഴും ചോറ്റുപാത്രം കൊണ്ട് നടക്കണ്ടേന്ന് ഓർത്തിട്ടായിരിക്കണം എൻ്റെ അമ്മച്ചി എനിക്കൊരു ഇലപ്പൊതിയാണ് കേട്ടോ തന്നു വിട്ടത്. ഉച്ചയ്ക്ക് ഉണ്ണാനായപ്പോൾ കിട്ടിയ സ്ഥലത്തെല്ലാം കയറിയിരുന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. ഇനി സ്ഥലം കിട്ടാത്ത കുട്ടികളാണെങ്കിലോ പാത്രം കയ്യിൽ പിടിച്ചിട്ട് ഉണ്ണാൻ തുടങ്ങി. എടാ, എൻ്റെ കയ്യിലിരിക്കുന്ന പൊതിച്ചോറല്ലേ, ഇതൊരിടത്ത് വെക്കാതെ ഞാനെങ്ങനെയാണ് കഴിക്കുന്നത്? അവസാനം ഒത്തിരി നേരം കാത്തിരുന്നിട്ടാട്ടോ എനിക്ക് കുറച്ച് സ്ഥലം കിട്ടുന്നത്. അങ്ങനെ ഒരു ആൽത്തറയിലോ മറ്റോ വലിഞ്ഞ് കയറി ഈ പൊതി തുറക്കുമ്പോൾ ഇല്ലേ, എനിക്ക് എന്തൊന്നില്ലാത്ത ദേഷ്യമായിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ ലൈഫിൽ കിട്ടിയ ലക്ഷറി ആയിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പൊതിച്ചോറ് ഞാൻ കൊതി വന്നപ്പോൾ ഉണ്ടാക്കിയൊരു സിമ്പിൾ പൊതിച്ചോറാണ് കേട്ടോ. തോരനും മീൻ വറുത്തതും ചമ്മന്തിയൊക്കെ വെച്ചിട്ടൊരു സിമ്പിൾ പൊതിച്ചോറ്. ഇത് ഞാൻ പൊതിഞ്ഞോണ്ടിരിക്കുമ്പോൾ എൻ്റെ 3 വയസ്സുകാരി മോള് വന്ന് ചോദിക്കുക, അമ്മ ഇത് ഗിഫ്റ്റ് ചോറാണോ? അതെ, അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ അമ്മയുടെ സ്നേഹവും കരുതലും നിറച്ചൊരു ഗിഫ്റ്റ് തന്നെയല്ലേ ഇത്.